ദൈവത്തിന് സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അരപ്പാൻ ദൈവം ചെയ്ത അവരുടെ ഭാഗ്യത്തിനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. ഈ വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശു അങ്ങ് സംസാരിക്കും, ഞങ്ങൾ കേൾക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് 20-ന്റെ 1 മുതൽ യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴമേറിയ തിരുവചനങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നു, ജീവിക്കുന്നു, നമുക്ക് വേണ്ടി കർത്താവ് മരിക്കുന്നു, സ്തോത്രം, അടക്കപ്പെടുന്നു. എന്നാൽ ആ കല്ലറയ്ക്കകത്ത് യേശുവിനെ കാണാതാകുമ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളാണ് 20-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ സഹോദരി പോവുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു ക്രിസ്തുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. അതിലൊരാളാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. അവര് കല്ലറയിൽ പോകുന്നത് ഇരുട്ടുള്ളപ്പോഴാണ്. എല്ലാവരും ഭയപ്പെടും, പക്ഷെ ആ സഹോദരിക്ക് ഭയമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി കല്ലറയിൽ പോയി നോക്കുമ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവിടെ എൻ്റെ യേശു കിടന്നെടുത്ത് അവിടെ സ്വത്രം യേശുവിനെ കാണുവാനില്ല. സ്വത്രം അവള് കർത്താവിന് കല്ലറ എടുത്തുകൊണ്ട് പോയി എന്ന് പറയാൻ ശിഷ്യന്മാരുടെ അടുക്കൽ പോകുന്നുണ്ട്. സ്വത്രം. അപ്പോൾ പത്രോസ് വരുന്നുണ്ട്. പത്രോസും മറ്റു ശിഷ്യന്മാരെല്ലാം ഓടി വന്ന് യേശുവിന്റെ കല്ലറയിൽ വന്ന് എത്തി നോക്കുന്നുണ്ട്. എത്തി നോക്കിയിട്ട് യേശുവിനെ കുനിഞ്ഞു നോക്കിയിട്ട് ശീലകൾ കിടക്കുന്നത് കണ്ട് സ്വത്രം അകത്ത് കടക്കാതെ പോയവരുണ്ട്. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയ്ക്കകത്ത് കടന്നു. സ്വത്രം. കല്ലറയിൽ കടന്നു എഴുതിയിരിക്കുന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയുന്ന റുമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയിലെത്തിയ മറ്റേ ശിഷ്യന്മാരും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശിഷ്യന്മാരെല്ലാം കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ 11-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 11 പറയുന്നു, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇരുട്ടുള്ളപ്പോൾ വന്നതും മറിയ എന്ന സഹോദരിയാണ്. ശിഷ്യന്മാരെ അറിയിച്ചതും മറിയ എന്ന സഹോദരിയാണ്. തിരിച്ച് ശിഷ്യന്മാരെല്ലാം വന്ന് നോക്കിയിട്ട് അവരും പോയി. പക്ഷെ സഹോദരി പോയി. ദൈവത്തിന് സ്വന്തം. അവള് കരഞ്ഞുകൊണ്ട് നിന്നു. മറ്റാർക്കും ഇത്ര കരച്ചിൽ വന്നില്ല, മറ്റാർക്കും ഇത്ര സങ്കടം വന്നില്ല. എന്നാലും സഹോദരിക്ക് സങ്കടം വന്നു. അവൾ കരഞ്ഞു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. നോക്കി, ദൂതന്മാരെ കണ്ടു. എന്നിട്ടും സഹോദരി പോയില്ല. സഹോദരി കല്ലറയിൽ വന്ന് ദൂതന്മാരെ കാണാനല്ല സഹോദരി വന്നത്, സ്വത്രം യേശുവിനെ കാണാനത്രേ. സഹോദരി വന്ന് ദൂതന്മാരെ കണ്ടു പെട്ടെന്ന് പോകത്തില്ല. സ്വത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി കാത്തിരി നിൽക്കുകയാണ്, കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദൂതന്മാർ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തിനെന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് ആരെ തിരയുന്നെന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ തിരിവിച്ച് അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. ദൈവത്തിന്റെ സ്തോത്രം.
യേശു ഒന്നറിഞ്ഞില്ല. തോട്ടക്കാരൻ വിചാരിച്ച് പറയുകയാണ്, സ്വത്രം എൻ്റെ യേശുവിനെ എടുത്തോട്ട് പോയി, അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞ ഞാൻ എടുത്തോട്ട് പോയി കാണാം. ആ സഹോദരി വന്ന വേറെ ഒന്നിനുമല്ല. സ്നേഹിത സഹോദര സഹോദരി, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, സ്വത്രം നമ്മൾ ആരാധിക്കുന്നവരാണ്, പള്ളി പോകുന്നവരാണ്, ദൈവജനത്തിന് മുമ്പിൽ ഇരിക്കുന്നവരാണ്. സ്വത്രം നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട്. ഒന്ന് ഞാൻ പ്രാപിച്ചിട്ടേ പോകൂ, എൻ്റെ യേശുവിനെ കൊണ്ടേ പോകൂ. സ്വത്രം കാരണം എന്താ? യേശു മാത്രം സത്യദൈവം, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, യേശു മാത്രം വിശുദ്ധരിലെ ശ്രേഷ്ഠൻ. യേശുവിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകട്ടത്തില്ല. യേശു തന്നെ വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തത്തില്ല. സ്വത്രം യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. സ്വത്രം ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ട്, യേശുവിന്റെ ശക്തിയുണ്ട്. ആ യേശുവിലൂടെ അല്ലാതെ പുനരുദ്ധാനവും ജീവനുമാകുന്ന യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സ്തോത്രം. മറിയ സ്തോത്രം കരഞ്ഞവിടെ നിന്നു. ദൂതന്മാരെ കണ്ടിട്ട് പോയില്ല. അടുത്ത് തോട്ടക്കാരൻ പറഞ്ഞത് യേശുവോടാ. യേശു പറഞ്ഞു കൊടുത്തു, മറിയേന്ന് വിളിച്ചു. അവർക്ക് മനസ്സിലായി. സ്തോത്രം. അടുത്ത വാക്ക് യേശു അവളുടെ തുടർന്ന്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മന്ത്രക്കാരത്തിൽ മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, മറിയോട് നമുക്ക് ചോദിക്കാം, സഹോദരി, താങ്കൾ എന്ന ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറയിൽ പോയത്? സ്വന്തം അവിടെ പറയും, ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്, എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. എല്ലാവരും വെറുക്കപ്പെട്ടപ്പോഴും എന്റെ അടുത്ത് വന്നൊരു ദൈവമുണ്ട്. നീ വെറുക്കപ്പെട്ട ആളാണോ? നീ ഒറ്റപ്പെട്ട ആളാണോ? നിന്നെ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ നീ ഒരു പരിഹാസ വിഷയമാണോ? സ്വത്രം. പ്രിയപ്പെട്ടവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞുവോ? എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. സഹോദരി ചോദിച്ചാൽ സഹോദരി പറയും, അയ്യോ സ്വത്രം. നമുക്ക് ചോദിക്കാം, സഹോദരി, താങ്കൾ എന്താണ് ഈ കല്ലറയിൽ ഇരുട്ടുള്ളപ്പോഴേ വന്നത്? വീണ്ടും ചോദിക്കാം, ശിഷ്യന്മാരെല്ലാം വന്നിട്ട് നോക്കിപ്പോയല്ലോ, നീ എന്താ ഇവിടെ തന്നെ നിന്നേ? നീ എന്തിനാ യേശുവിനെ കാണാതെ കരഞ്ഞേ? നീ എന്തിനാ യേശുവിനെ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞേ? ആ സഹോദരി ചോദിച്ച സഹോദരി പറയും, ഞാൻ ഭൂതം പിടിപെട്ടവളായി, സ്വത്രം, ആരെയും തിരിച്ചറിയാൻ പറ്റാതെ, സുബോധം നഷ്ടപ്പെട്ട്, എനിക്ക് ആരും സ്നേഹിപ്പാനില്ലാതെ, വേസ്റ്റ് കഴിച്ച് കവലകളിൽ റോഡും തിണ്ണകളിലും സ്വത്രം മഴയും വെയിലും തന്നെ കിടന്ന എന്നെ, സുബോധം നഷ്ടപ്പെട്ട് വസ്ത്രം പോലും കീറി പറഞ്ഞപ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ഭൂതം പിടിപെട്ട് കിടന്നപ്പോൾ എല്ലാവരും എന്നെ ചവിട്ടി പുറത്തിറങ്ങിയ സ്ഥാനത്ത് സ്വത്രം എന്നെ സ്നേഹിച്ച ഒരാൾ ഒരു നാൾ എൻ്റെ അടുത്തിറങ്ങി വന്നു. ആ കർത്താവാണ് ആ കല്ലറയ്ക്കകത്ത് കിടന്നത്. ആ യേശുവിനെയാണ് ഞാൻ കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞത്. ആ യേശു എന്നെ അടുത്ത് വന്നു. എൻ്റെ യേശു എന്നെ കെട്ടിപ്പിടിച്ചു. ആ യേശു എന്നെ തൊട്ടു. ആ യേശു എന്നെ തൊട്ട് എൻ്റെ മേൽ ഭരിച്ചിരുന്ന ഭൂതങ്ങളെ ആ യേശു പുറത്താക്കി എൻ്റെ മാറോട് ചേർത്തണച്ചു. എൻ്റെ പേരാ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. എന്റെ പാപക്കറകളെ ക്ഷമിച്ചു. എനിക്ക് സുബോധം തന്നു. എന്റെ ക്രിസ്തുവുള്ള പൈതലാക്കി എന്നെ മാറ്റി. എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരും സ്നേഹിക്കാതെ വലിച്ചെറിഞ്ഞപ്പോൾ എന്നെ സ്നേഹിച്ച, എന്റെ അടുത്ത് വന്ന, എന്നെ അണച്ച ഒരുവനേ ഉള്ളൂ, അതെന്റെ യേശു അത്രേ. ആ യേശുവിനെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഒരുപക്ഷെ യേശുവിനെ കണ്ടുമുട്ടിയ ആളായിരിക്കാം, ഒരുപക്ഷെ കണ്ടുമുട്ടാത്ത ആളായിരിക്കാം. താങ്കൾക്ക് വേണ്ടി യേശു മരിച്ചു കേട്ടോ. യേശു താങ്കളെ സ്നേഹിക്കുന്നു കേട്ടോ. എല്ലാം തകരപ്പെട്ട ആളായിരിക്കുന്നു, കടഭാരം കൊണ്ട് തകർന്നിരിക്കുന്നു, ആധികാര സ്വസ്ഥതയില്ലാതിരിക്കുന്നു, വീട്ടുകാർ തള്ളിക്കളഞ്ഞു, ഭാര്യ തള്ളിക്കളഞ്ഞു, ഭർത്താവ് തള്ളിക്കളഞ്ഞു, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, മക്കൾ തള്ളിക്കളഞ്ഞു. ആർക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പഴിചാരി പുറത്താക്കിയോ, നിന്നെ ഒറ്റപ്പെടുത്തിയോ, നിന്നെ കളിയാക്കി ഉപദ്രവിച്ചോ, നീ ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞുവോ, എല്ലാ നിലവാരത്തിലും നീ തകർന്നിരിക്കുന്നുവോ? എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലേ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അടുത്തറിയുന്ന ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. മറിയെ അടുത്തറിഞ്ഞ, മറിയുടെ അടുക്കൽ ഇറങ്ങി വന്ന, അവളുടെ ഭൂത ഉപദ്രവത്തെ മാറ്റിയ, അവിടെ രക്തം കൊണ്ട് കഴുകിയ, അനുഗ്രഹിക്കപ്പെട്ട വസ്ത്രം ധരിപ്പിച്ച, ക്രിസ്തു കൊണ്ട് നടന്നു. അവൾ യേശുവിനോട് കൂടെ നടന്നു. അവൾക്ക് യേശുവില്ലാതെ ജീവിക്കാൻ പറ്റിയില്ല. കാരണം ആരും സ്നേഹിക്കാത്തടുത്ത് സ്നേഹിച്ച സ്നേഹനിധിയാകുന്ന യേശുവിന്റെ സ്നേഹം അവളുടെ അകത്തിറങ്ങിയപ്പോൾ
ആമേൻ. അവൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾ ഒറ്റപ്പെട്ട ആളാണോ? സഹോദരി, പൈതലെ, കുഞ്ഞുങ്ങളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമാണ്. യേശു നമ്മുടെ സകല വിഷയത്തിനേക്കാളും വലിയവൻ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ യേശുവിൻ്റെ അടുക്കലേക്ക് വരാമോ? ആമേൻ. യേശുവിൻ്റെ അടുക്കലേക്ക് കണ്ണുകൾ അടയ്ക്കാമോ? യേശു നിങ്ങളെ നോക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ എല്ലാ വിഷയം കാണുന്നുണ്ട്. രോഗത്തോടെ തകർന്നിരിക്കുന്നുവോ? എല്ലാവരും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട പാത്രമായിരിക്കുന്നുവോ? വീട്ടുകാർ ഒറ്റപ്പെടുത്തിയ സാഗരത്തിലാണോ? ഹൃദയം തകർന്നിരിക്കുകയാണോ? എന്നാൽ ഇന്ന് പണിയുന്ന യേശു വന്നിട്ടുണ്ട്. സഹോദരിയെ സ്നേഹിച്ച ദൈവം, സഹോദരിയെ ചേർത്ത് പിടിച്ച ദൈവം, സഹോദരിയെ സ്വത്രം അഭിഷേകം ചെയ്ത ദൈവം, ഭൂതത്തെ പുറത്താക്കിയ ദൈവം, അവളുടെ സ്ഥിതിയെ മാറ്റിയ ദൈവം, അവളുടെ കണ്ണുനീര് തുടച്ച ദൈവം, ആ ഭ്രാന്തി എന്നുള്ള കെട്ടുകളെ പൊട്ടിച്ച ദൈവം, ആ സ്വത്രം അവളുടെ ഭൂതത്തെ അഴിച്ച ദൈവം. എന്റെ ശബ്ദം കേൾക്കൊണ്ടിരിക്കും പൈതലേ, നീ ദുഷ്ടൻ പിടിപെട്ട ആളാണോ? ഇന്ന് അഴിക്കുന്ന കർത്താവ് വന്നിട്ടുണ്ട്. കേന്ദ്രദേശത്ത് ഇറങ്ങിയ യേശു നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ തൊടുവൻ വന്നിട്ടുണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആഴമേറെ തിരുവിചനങ്ങൾക്കായി സ്തോത്രം. മറിയുടെ അടുക്കൽ ഇറങ്ങി വന്ന് രക്ഷിച്ച ദൈവമേ, അവളുടെ സ്നേഹം അത്രയ്ക്കായിരുന്നു. അതേ കർത്താവ്, എല്ലാവരും പോയപ്പോഴും അവൾ പോയില്ല. കാരണം അവളോടുള്ള എൻ്റെ യേശുവിൻ്റെ സ്നേഹം, അവൾക്ക് യേശുവിനോടുള്ള സ്നേഹം അത്രയ്ക്ക് ആഴമായിട്ടുള്ളതായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരനെ, സഹോദരി, പ്രിയപ്പെട്ടവരെ, ഓ സ്തോത്ര, യേശുവിന്റെ കരങ്ങൾ തരുന്നു. അപ്പ ആ യേശുവിന്റെ കരങ്ങൾ തരുന്നു. അപ്പച്ചന്റെ സ്നേഹം കൊണ്ട് മേൽ ഇറങ്ങട്ടെ, അപ്പന്റെ സമാധാനം ഇറങ്ങട്ടെ, അപ്പന്റെ സന്തോഷം ഇറങ്ങട്ടെ, അപ്പന്റെ കൃപ ഇറങ്ങട്ടെ, അപ്പന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ, അപ്പന്റെ അഭിഷേകം ഇറങ്ങട്ടെ, അപ്പന്റെ കൃപ ഇറങ്ങട്ടെ. സ്തോത്രം. അനുസ്നേഹിതരെന്ന് ഒറ്റപ്പെടുന്ന് പറയുന്നവരെ ചേർത്ത് പിടിക്കണം. അപ്പ ആ കണ്ണീരൊപ്പണം. അപ്പ അങ്ങനെ ആശ്വാസം, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി, ആ അഭിഷേകത്തിന്റെ ശക്തി, ആ ജീവൻ എല്ലാവരുടെ മേലും ഇറങ്ങട്ടപ്പ. യേശു കർത്താവെ, എല്ലാവരുടെ ഹൃദയത്തിനകത്ത് വാഴണമേ. എല്ലാവരുടെ പേരുകൾ ജീവോത്സവത്തിലായിരുന്നു. അപ്പ ഒരു മക്കൾ നഷ്ടപ്പെടല്ലേ. വഴികൾ തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ, സമാധാനം വരട്ടെ, ദുർഭൂതത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, സുബോധം വരട്ടെ, പാപത്തെ ജയിക്കട്ടെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കട്ടെ. സകല ശത്രുവിന്റെ പോരുകളെ കർത്താവ് ഉടയ്ക്കണം. അപ്പ രോഗത്തിന്റെ ആത്മാക്കളെ അഴിക്കണമേ. വഴികൾ വാതിൽ തുറക്കണം. സ്വസ്ഥതയെ സമാധാനം കൊടുക്കും. കർത്താവ്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും, പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് തൊട്ടതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥനയോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Subscribe to my channel.